സന്ദീപ് വാചസ്പതി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ നൽകുന്ന സന്ദേശം ഈ 10 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ ഭരണകാലയളവിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും BJP-യുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭരിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശം. രാജ്യവാഴ്ചയുടെ ഹാങ് ഓവറിന്റെ പ്രതീകമായി അങ്ങനെ കൊണ്ടുവയ്ക്കുന്നു ചെങ്കോൽ. അതിന്റെ ഭാഗമാണ്, അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് വിമർശനങ്ങൾ. ഒപ്പം ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ ഏത് പരിസരത്തിൽ നിന്നാണ് ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നത് എന്നും ഇവിടെ നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിശദീകരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. മറുപടി ഇവിടെ നിങ്ങൾ 3 ആൾക്കാരാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. 3 ആൾക്കാരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള സമയം എനിക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു തർക്ക വിതർക്കങ്ങളിലേക്ക് പോകാൻ, ഒരു പേഴ്സണൽ അബ്യൂസിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ആണ് പറയുന്നത്. ഇവിടെ പ്രിയപ്പെട്ട രാഹുലും അതിനെ പിന്നീട് ചൂട് പിടിച്ച് ലാലും പറയുന്ന കാര്യം, ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ഇവരിൽ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറയുക, തൊണ്ട തൊടാതെ മറ്റേയാളത് വാരി വിഴുങ്ങുക. ഇപ്പൊ കോൺഗ്രസുകാരൻ ഛർദ്ദിച്ചത് CPM-കാരൻ വിഴുങ്ങി. കുറെ കാലം CPM-കാരൻ ഛർദ്ദിക്കുന്നത് കോൺഗ്രസുകാരൻ വിഴുങ്ങുകയായിരുന്നു. ഇവർ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? രാഷ്ട്രപതി എന്തെങ്കിലും പറഞ്ഞു? അതാണല്ലോ നിങ്ങളുടെ ഇത്രയും നേരം 10-20 മിനിറ്റായി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന നറേറ്റീവിന്റെ എന്താണ് ഫസ്റ്റ് സ്റ്റോൺ, അല്ലെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് രാഷ്ട്രപതി എന്തെങ്കിലും മിണ്ടിയോ എന്നുള്ളതാണല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, രണ്ടുപേരും ഇന്ന് ചടങ്ങ് കണ്ടില്ല എന്ന് ഖേദത്തോടെ പറയട്ടെ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെയും സന്ദേശം ആ ചടങ്ങിൽ വായിച്ചിരുന്നു എന്ന് ബാലപാഠം ഒന്ന് പഠിച്ചിട്ട് വേണമായിരുന്നു ഈ ചർച്ചയ്ക്ക് വരാൻ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവർ ഫേസ്ബുക്കിൽ എഴുതിയോ എന്നാണ് ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചത്. അവർ ഫേസ്ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദേശം അവിടെ വായിച്ചിരുന്നു. അപ്പം അവർ ഡിലേറ്റഡ് ആയോ, അവരത് അക്സെപ്റ്റ് ചെയ്തോ, അവർക്കതിൽ സന്തോഷമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി മനസ്സിലാക്കുക. അപ്പൊ രാഷ്ട്രപതി പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് വെറുതെ അടിസ്ഥാനമില്ലാതെ ഉണ്ടയില്ല വെടി ഒരാൾ വെക്കുക, മറ്റേയാളത് തൊണ്ട തൊടാതെ വാരി വിഴുങ്ങുക. അത് കുറെ കാലമായി നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നതാണ്. രണ്ടുപേരും കൂടെ അത് തുടർന്നുകൊള്ളൂ, ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയണം. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ദളിതായതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട്, വിധവയായതുകൊണ്ട്. ശ്രീ രാഹുൽ, താങ്കൾക്ക് ഉളുപ്പില്ലേ? താങ്കളൊരു ചെറുപ്പക്കാരനല്ലേ? ഇങ്ങനെയാണോ ഇന്ത്യൻ രാഷ്ട്രീയം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ഈ ദളിതായ ഒരാളെ മാറ്റി നിർത്തണമെന്ന് BJP-കാരൻ ശടിച്ചു എന്നൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാനിവിടെ ലാല് പറഞ്ഞതുകൊണ്ട് ആ ചോദ്യം പറഞ്ഞില്ല. ഈ ആദിവാസി സ്ത്രീയെ രാഷ്ട്രപതി ആക്കാനുള്ള പരിശ്രമം നടത്തിയതും അതിന് വോട്ടഭ്യർത്ഥിച്ച് രാജ്യം മുഴുവൻ നടന്നതും ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് താങ്കൾ മറന്നുപോയോ? താങ്കൾക്ക് ഇത്ര ആദിവാസി പ്രേമമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കൺസെൻസസിലൂടെ രാഷ്ട്രപതിയെ നിർത്താതിരുന്നത്? എന്തിനാണ് ആദിവാസിയായ ഒരു വനിതയ്ക്കെതിരെ വടക്കേ ഇന്ത്യക്കാരനായ ഒരു ബ്രാഹ്മണനെ മത്സരിപ്പിച്ചത്? നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കീഴ്വഴക്കം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ രാഷ്ട്രത്തിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ദളിത് രാഷ്ട്രപതിയായി KR നാരായണനെ മൂട്ട് ചെയ്തപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ നിരുപാധിക പിന്തുണ നൽകി മാതൃക സൃഷ്ടിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രീസിഡൻസ് പറയാനുണ്ടോ? നിങ്ങൾ എന്നും നിങ്ങളുടെ നാറിയ നാണം കെട്ട രാഷ്ട്രീയം കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങളെ ഭരണഘടനയെയും ജനാധിപത്യത്തെ പറ്റി ഉത്ബോധിപ്പിക്കുക. അടിയന്തരാവസ്ഥയൊന്നും ആരും മറന്നുപോയിട്ടില്ല ശ്രീ രാഹുൽ. ഭരണഘടന എടുത്ത് പരണത്ത് വെച്ചിട്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ഒരു കാരാഗ്രഹം ഇന്ത്യ മുഴുവൻ തീർത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പീഡിപ്പിച്ച് 10,000-കണക്കിന് ആൾക്കാരെ കൊന്നവരല്ലേ നിങ്ങൾ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിങ്ങൾ ഞങ്ങളെ ഭരണഘടന പഠിപ്പിക്കുക. അപ്പൊ കോൺഗ്രസുകാരന് ഭരണഘടനയെന്നോ ജനാധിപത്യമെന്നോ എന്ന് പറയാനുള്ള ഒരു അവകാശമൊന്നുമില്ല. നിങ്ങൾക്കത് ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ദിരയുടെ കാലത്തിന് ശേഷം അത് അവസാനിച്ചു എന്ന് പ്രിയപ്പെട്ട രാഹുൽ മനസ്സിലാക്കണം. പിന്നെ താങ്കൾ പറയുകയുണ്ടായിരുന്നല്ലോ, ഇന്ദിരാഗാന്ധി വിധവയായതുകൊണ്ട് അവരെ എവിടെയോ കയറ്റരുതെന്ന്. RSSന്റെ സർസംഘചാലകം മധുക്കർ ദത്താത്രേ, അങ്ങനെ ഒരാളെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ശ്രീ രാഹുൽ. RSSന് എവിടെയാണ്? ഇനിയും AICC ആസ്ഥാനത്തുനിന്ന് RSSന് സർസംഘചാലകനെ സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. RSSന് മധുക്കർ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു സർസംഘചാലക ഇല്ല എന്ന് ശ്രീ രാഹുൽ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും എഴുതി തന്നത് ഇവിടെ വന്നിരുന്ന് വായിക്കരുത്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടൂടെ വരണം. കാരണം RSSന് മധുക്കർ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു സർസംഘചാലകം ഉണ്ടായിട്ടില്ല. RSSന് ബാലാസാഹിബ് ദേവറസ് എന്ന് പറയുന്ന സർസംഘചാലകം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം താങ്കൾ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. അയിത്തം പാപമല്ലെങ്കിൽ ലോകത്തിൽ ഒന്നും പാപമല്ല എന്ന് പ്രഖ്യാപിച്ച RSSന്റെ സർസംഘചാലകാണ് ബാലാസാഹിബ് ദേവറസ് എന്ന് താങ്കൾ അറിയുക. ഞങ്ങൾ മനുസ്മൃതിയെ
നിങ്ങൾ ഞങ്ങൾ മനുസ്മൃതിയെ കൂട്ടുപിടിച്ച സംഘടനയാണെന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നല്ലോ. നിൽക്കൂ. അതിന് സന്ദീപ് വഴങ്ങുന്നില്ല. ഇടപെട്ടിട്ടില്ലല്ലോ. ഒന്നിടപെട്ടോട്ടെ. ഇല്ല, നിങ്ങൾ പറഞ്ഞ വിവരക്കേടുകൾ മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? ഈ 15 മിനിറ്റ് വിവരക്കേട് ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? അല്ലല്ല, ആ പേര് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പേര് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് സന്ദീപ്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ ബാലാ സാഹേബ് ദിയോറസിന്റെ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേരെന്താ കേൾക്കട്ടെ? എന്നാ റാഷിദ് തിരുത്തിയാ മതി. റാഷിദ് തിരുത്തിയാ മതി. അത് അദ്ദേഹത്തിന്റെ സഹോദരനാണ്. സഹോദരനാണ്. താങ്കൾ തന്നെ പറയൂ. എന്തെങ്കിലും വന്നിരുന്ന് വിളിച്ചു പറയല്ലേ? ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരാണ് സുഹൃത്തെ. അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് പറയാതെ. രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഒന്നാണെന്നാണ് താങ്കൾ പറയുന്നത്. എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? സന്ദീപിന്റെ മറുപടി അത് സഹോദരന്റെ പേരാണെന്ന് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഞാനത് വഴങ്ങാൻ തയ്യാറല്ല. സഹോദരന്റെ പേരാണ്. താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറയും. താങ്കൾ പറഞ്ഞ 15 മിനിറ്റ് കേട്ടുകൊണ്ടിരുന്ന പ്രതികരണം നടത്തിയ സ്ഥിതിക്ക് ഇനി അടുത്ത റൗണ്ടിൽ വിശദീകരിക്കാം. സന്ദീപ് പൂർത്തീകരിച്ചോട്ടെ. തിരുത്തിയിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയല്ലല്ലോ. റാഷിദ് അത് വേണ്ട. ഞാൻ ഈ ചർച്ചയിൽ ആരുടെയും സമയത്ത് അങ്ങനെ ഞാൻ ഇനി ഇടപെടും. ആങ്കർ പറയണം. നമുക്ക് അടുത്ത റൗണ്ടിൽ വളരെ വിശദമായി വെരിഫൈ ചെയ്ത് രാഹുൽ അത് വിശദീകരിക്കാം. ആങ്കറിന് സമ്മതമാണെങ്കിൽ ഞാൻ വേണ്ട സന്ദീപ് പൂർത്തീകരിച്ചോളൂ. എന്നിട്ട് അടുത്ത അവിടെ നിൽക്കൂ. അപ്പോ പിന്നെ താങ്കൾ ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ എന്താണ് പറയുന്നത്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. നോക്കൂ, എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ജനാധിപത്യത്തെ അപഹസിക്കുന്നത്? അദ്ദേഹം പറയാതെ പറയുകയാണ് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ മതം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്ന്. അതായത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അവരുടെ മത അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെങ്ങും ജയിക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങളൊന്ന് കേൾക്കണം. ജനാധിപത്യത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും വാചാലനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുടെ പ്രതീക്ഷ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് ആംഗ്ലോ ഇന്ത്യൻകാരെ ഇന്ത്യയിൽ എങ്ങും മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? ഇവിടെ എല്ലാവരും മതം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ? സുഹൃത്തെ, റിച്ചാർഡ് ഹേ എന്ന് പറയുന്ന MP കേരളത്തിൽ നിന്ന് ആംഗ്ലോ ഇന്ത്യൻ കോട്ടയിൽ MP ആയത് മറന്നുപോയോ? BJP ഭരിക്കുമ്പോൾ അദ്ദേഹം MP ആയത്. വെറുതെ വന്നിരുന്ന ഈ മതസ്പർദ്ധ പറയാതെ, ഈ രാജ്യത്തിന് മതം മാത്രമല്ല പറയാനുള്ളത്, അതിനും അപ്പുറത്തേക്കുണ്ട്. ഈ രാജ്യത്തിന് പലതും പറയാനുണ്ട്. അപ്പോ ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതോ ഒരു മതത്തെ കൂട്ടുപിടിച്ചെന്ന്. സുഹൃത്തെ, ഞാനതിന് മറുപടി പറഞ്ഞതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കൂട്ടുപിടിച്ചത് ഈ രാജ്യത്തിന്റെ ഗതകാല പ്രൗഢിയെ, 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സംസ്കൃതിയാണ് കൂട്ടുപിടിച്ചത്. ലോകത്തിലെ മതങ്ങളുടെ മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി പ്രകീർത്തിച്ച ആ മതത്തെയാണ് ഞങ്ങൾ കൂട്ടുപിടിച്ചത്. അത് ഈ രാജ്യത്തിന്റെ ജീവാത്മാവാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അതിന് ഒരു മതവിശ്വാസവുമായി, നിങ്ങൾ ഈ പറയുന്ന മതം എന്ന വാക്കിന് അഭിപ്രായം എന്ന് മാത്രമേ വാക്യാർത്ഥമുള്ളൂ. അതിനും അപ്പുറത്താണ് സംസ്കാരം. ഞങ്ങൾ ആ സംസ്കാരത്തെയാണ് കൂട്ടുപിടിച്ചത്. ഞാൻ അങ്ങനെ താങ്കൾ അതേ ലോജിക്ക് തിരിച്ചു ചോദിക്കട്ടെ. താങ്കളുടെ നേതാവ് എന്തിനാണ് ഞാൻ ജാനൂധാരി ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിലെ എല്ലാ മതസ്ഥാപനങ്ങളും കയറിയിറങ്ങിയത്? എന്തിനായിരുന്നു? ശിവഭഗവാന്റെ ഭക്തനാണെന്ന് കാണിക്കാൻ ത്രിപുണ്ഡ്രം അടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ എല്ലാ മഠങ്ങളും കയറിയിറങ്ങിയല്ലോ, ആങ്ങളെയും പെങ്ങളും കൂടെ. അത് ഏത് മതത്തെയാണ് കൂട്ടുപിടിച്ചത്? സന്ദീപ് വാചസ്പതി അവനവന്റെ വിശ്വാസ പ്രമാണങ്ങളും ഇനി ഏത് മതവിശ്വാസത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലോ അല്ലാതെയോ ഒക്കെ ക്ഷേത്രങ്ങളും മന്ദിരങ്ങളും പോകുന്ന പോലെയാണോ പാർലമെന്റിനകത്തൊരു ചടങ്ങ് ഔദ്യോഗികമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇടപെടേണ്ടത്? ശരി, അല്ല ആ വ്യത്യാസം എനിക്ക് ഈ വ്യത്യാസമൊക്കെ മനസ്സിലാവും സാർ. താങ്കളുടെ ഇടപെടലിൽ ഒരു സപ്പോർട്ടൊന്നും വേണ്ട. അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. താങ്കളവിടെ നിൽക്കൂ. അപ്പൊ അതിന് ഞാൻ പലതവണ മറുപടി പറഞ്ഞു. അത് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ത്യയുടെ സംസ്കാരം എന്നുള്ളത് ഹൈന്ദവ സംസ്കാരമാണ്. അതിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പറ്റില്ല. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. അല്ല, അങ്ങനെ പോകാതെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് പോയാൽ മതി. അവിടെ നിൽക്കൂ. നിങ്ങൾ കോൺഗ്രസ് പക്ഷെ സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓർപ്പിക്കുന്നത് ഇടക്കിടക്ക്. ഞാൻ നിർത്താം. എനിക്കറിയാം, നിർത്താം. ശരി, ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ISRO നിരവധി റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ ശ്രീ രാഹുൽ. എന്തിനാണ് അതിനു മുൻപ് തേങ്ങ ഉടയ്ക്കുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്ത്? നിങ്ങൾ എന്താ അങ്ങ് നിർത്തലാക്കാഞ്ഞത്? എന്താ ഒരു മതചടങ്ങായിരുന്നല്ലോ, എന്താ അങ്ങ് നിർത്തലാക്കാഞ്ഞത്? ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ
ആപ്തവാക്യം എന്താണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? സത്യമേവ ജയതേ എന്നുള്ളത് ഭാരതത്തിന്റെ മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് ഗ്രന്ഥത്തിൽ നിന്നും കടമെടുത്തതാണ്. നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം ശംനോ വരുണഹ എന്ന് പറയുന്നത് തൈത്തിരിയോ ഉപനിഷത്തിലെ വാക്യമാണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന ഉദാത്തമായ ഭരണഘടനയുടെ സംരക്ഷകരായ സുപ്രീം കോടതിയുടെ യഥോധർമ്മസ്തതോജയ മഹാഭാരതത്തിലെ വാക്യമാണ്. അപ്പൊ ഭാരതത്തിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.